ഹലോ ഹായ് വെൽക്കം ബാക്ക്. അങ്ങനെ മഹാരാജ സിനിമ കണ്ടിരിക്കുകയാണ്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നിതിലൻ സ്വാമിനാഥനാണ്. അതായത് കുരങ്ങു ബൊമ്മൈ സിനിമ സംവിധാനം ചെയ്ത ഡയറക്ടറാണ്. പിന്നെ ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നത് വിജയ് സേതുപതിയാണ്. വിജയ് സേതുപതിയുടെ 50ാമത്തെ സിനിമ കൂടിയാണ് മഹാരാജ. മറ്റ് കഥാപാത്രങ്ങളായിട്ട് മമത മോഹൻദാസ് ഉണ്ട്, അനുരാഗ് കശ്യപ് ഉണ്ട്, പിന്നെ ദിവ്യ ഭാരതി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. സോ സിനിമ കണ്ടെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ഗംഭീര സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് സിനിമ ത്രൂ ഔട്ട് നല്ലൊരു എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട്. അതായത് ഒരു ബോറടിയായിട്ട് അങ്ങനൊന്നും ഫീൽ ചെയ്തിട്ട. അതായത് സിനിമയിൽ ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. സിനിമ മുഴുവൻ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആണ്. നന്നായിട്ടുണ്ടായിന്. അതായത് ഒരു പാസ്റ്റ് പിന്നെ പ്രസന്റിനെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് സിനിമയുടെ സ്റ്റോറി ലൈൻ പോകുന്നത്. പിന്നെ ഈ സ്റ്റോറി ലൈനിനെ കുറിച്ചിട്ട് പറയുന്നത് കിഡിലെ സ്റ്റോറി ലൈനാണ്. ത്രൂ ഔട്ട് നല്ലൊരു കഥ പഠിച്ചാലാണ് അടിപൊളിയായിട്ടുണ്ടായിന്. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ടത് ഡയറക്ഷനെ കുറിച്ചിട്ടാണ്. നിതിലൻ സ്വാമിനാഥൻ കിഡിലൻ ഡയറക്ഷനാണ്. അതായത് ഈവൻ അദ്ദേഹത്തിന്റെ എഴുത്ത് കൂടി അടിപൊളിയായിട്ടുണ്ട്. പുള്ളി എന്താണ് വിഷൻ വെച്ചിരിക്കുന്നത് അത്രയ്ക്ക് നന്നായിട്ട് സിനിമ വന്നിട്ടുണ്ട് ത്രൂ ഔട്ട്. പിന്നെ കിഡിലൻ ഡയറക്ഷൻ ഒന്നും പറയാനില്ല, കിഡിലൻ ഡയറക്ഷനാണ്. അതായത് പുള്ളി ആകെ ചെയ്തിട്ടുള്ള ഒരേ ഒരു സിനിമയാണ്. ആ സിനിമയുടെ അടുത്ത സിനിമ അതും സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി ഡയറക്ഷനാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ സിനിമ തുടങ്ങുമ്പോൾ തന്നെ അതായത് ടൈറ്റിൽ കാർഡിൻ്റെ തൊട്ട് മുമ്പ് വിജയ് സേതുപതിൻ്റെ കൂടി ടൈറ്റിൽ കാർഡ് ഉണ്ട്. അത് നന്നായിട്ടുണ്ട്. കിഡിലൻ ടൈറ്റിൽ കാർഡായിരുന്നു. പിന്നെ വിജയ് സേതുപതിന് 50ാമത്തെ സിനിമ കൂടി എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന കൂടിയുണ്ട്. അതുകൂടി നന്നായിട്ടുണ്ടായിന്. പിന്നെ പറയേണ്ടത് വിജയ് സേതുപതിൻ്റെ പെർഫോമൻസ് ത്രൂ ഔട്ട് സിനിമയിൽ തകർത്തിട്ടുണ്ട് പുള്ളി. ആ ഒരു ഇന്നോസെൻ്റ് ആയ ക്യാരക്ടറിന് വയലൻ്റ് ആയിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. ഒന്നും പറയാനില്ല, എന്തോന്ന് പെർഫോമൻസ് ആണ്, അടിപൊളിയായിട്ടുണ്ട്. അതായത് സിനിമയിൽ ഫസ്റ്റിക്ക് പുള്ളിയുടെ അഭിനയമൊക്കെ തോന്നുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ചിരിക്കാനൊക്കെ ഫീൽ ആവും. പക്ഷെ അവസാനം ആകുമ്പോൾ ഒന്നും പറയാനില്ല, മൊത്തത്തിൽ എമോഷണൽ ആയി പോകും. അത്രയ്ക്ക് നന്നായിട്ടുണ്ട്. ക്ലൈമാക്സിലെന്ത് പുള്ളി തകർത്തിട്ടുണ്ട് ത്രൂ ഔട്ട്. പിന്നെ പറയേണ്ടത് അനുരാഗ് കശ്യപ്പിന് കൂടി പെർഫോമൻസ് നന്നായിട്ടുണ്ട്. പുള്ളി ആ ക്യാരക്ടറിനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല, അനുരാഗ് കശ്യപ്പിനെ കുറിച്ച് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. പിന്നെ സിനിമയിൽ മമത മോഹൻദാസ് കൂടിയുണ്ട്. മമത മോഹൻദാസിൻ്റെ ക്യാരക്ടർ എനിക്ക് അത്ര ഒരു വലിയൊരു ക്യാരക്ടറൊന്നുമല്ല, ഒരു ഓക്കെ ക്യാരക്ടറാണ്. അതായത് ആ ക്യാരക്ടർ വേറെ ആരും ചെയ്താലും ഓക്കെ ആവട്ടെ. ചിലങ്ങ് ഒരു PT ടീച്ചറിൻ്റെ ക്യാരക്ടറായിട്ടാണ് മമത മോഹൻദാസ് വരുന്നത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടറിനെ. പിന്നെ പോലീസ് ഓഫീസറിലായാലും ഇവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പോലീസ് ക്യാരക്ടറൊക്കെ ചെയ്തവർക്കൊക്കെ നന്നായിട്ട് ചെയ്തു. പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും ആ കൊടുത്ത ക്യാരക്ടറിനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ത്രൂ ഔട്ട് സിനിമയിൽ. സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആണ്. ഒരു രക്ഷയില്ലാത്ത ട്വിസ്റ്റ് ആൻഡ് ടേൺസ്. അതായത് സിനിമ ഒരു പേസിനെ കുറിച്ച് സംസാരം എന്നിട്ട് പിന്നൊരു പേസിൽ പോകുന്നു. അത് ഒരു രക്ഷയില്ല, ഒരു കിടിലനായിട്ടുണ്ട്. നല്ലൊരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആയിരുന്നു. നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയിട്ട് പോകും, എന്താ നടക്കുന്നത് ഒന്നും മനസ്സിലായി. ചിലപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ടാവും, അങ്ങനെ തോന്നിയുണ്ടായി ചിലപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ആൻഡ് സെക്കൻഡ് ഹാഫ് നന്നായിട്ടുണ്ടായി. പിന്നെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ചില സ്ഥലത്തൊക്കെ ഹ്യൂമറൊക്കെ ആയിട്ട് നന്നായിട്ടുണ്ട്. പിന്നെ വിജയ് സേതുപതിൻ്റെ പെർഫോമൻസ്, പിന്നെ ആ ലക്ഷ്മി പറഞ്ഞ ഒരു ഐറ്റമിനെ വെച്ചിട്ട് ഇവരെ മൊത്തം സ്റ്റോറി പോകുന്നത് അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമയുടെ ഇൻ്റർവെലിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നന്നായിട്ടുണ്ടായിരുന്നു. ഗംഭീര ഇൻ്റർവെൽ വേണമെങ്കിൽ പറയാം. അതായത് ഒരു ലെവലിൽ പോയിട്ടുണ്ടായിരുന്ന സിനിമയിൽ ഒരു ഹൈപ്പടിച്ച ഇൻ്റർവെൽ വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് നന്നായിട്ടുണ്ടായിരുന്നു ഇൻ്റർവെല്ലിൽ. പിന്നെ ഇൻ്റർവെല്ലിന് ശേഷം സിനിമ നന്നായിട്ട് പോകുന്നു, നന്നൊരു എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട്. അതായത് ക്ലൈമാക്സ് എനിക്ക് ഫീൽ ചെയ്തത് ബെസ്റ്റ് ക്ലൈമാക്സ് ആയിരുന്നു ഈ സിനിമയുടെ. ബെസ്റ്റ് ക്ലൈമാക്സ് എന്ന് പറയാൻ വേണമെങ്കിൽ എനിക്ക് അത്രയ്ക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ക്ലൈമാക്സ്. അതായത് ക്ലൈമാക്സിലൂടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, അത് നന്നായിട്ടുണ്ടായി. സ്ക്രീൻ പ്ലേ അടിപൊളിയായിട്ടുണ്ടായി. സ്ക്രീൻ പ്ലേ ഒരു ആക്ച്വലി കിഡിലൻ സ്ക്രീൻ പ്ലേ ആയിരുന്നു സിനിമയിൽ. പിന്നെ VFX, ആ ഒരു സ്നേക്കിൻ്റെ ഒരു സീനുണ്ട്, ആ VFX നന്നായിട്ടുണ്ടായി. നല്ല ക്ലീൻ ആയിട്ടുണ്ടായി VFX. CG വർക്കൊക്കെ നന്നായിട്ടുണ്ടായി. പിന്നെ ഈ സിനിമയിൽ പറയാൻ മറന്നുപോയത് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അജ്നേഷ് ലോകനാഥ്. അതായത് കാന്താര, പിന്നെ മംഗളവാരം പോലെയുള്ള സിനിമയ്ക്കൊക്കെ മ്യൂസിക് ഒരുക്കിയിരിക്കുന്ന മ്യൂസിക് ഡയറക്ടറാണ്. നന്നായിട്ടുണ്ടായി ഈ സിനിമയിൽ കൂടി. ചില ക്യാരക്ടറിൻ്റെ എൻട്രി, ആ ബീജമൊക്കെ നന്നായിട്ടുണ്ടായി. അതായത് നെഗറ്റീവ് ക്യാരക്ടറിൻ്റെ ഈ ബീജമൊക്കെ നന്നായിട്ടുണ്ടായി. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അടിപൊളിയായിട്ടുണ്ടായി ഈ സിനിമയിൽ. പിന്നെ ഒരു കാര്യം ഈ സിനിമ കണ്ടിട്ട് മനസ്സിലാക്കണം, ഈ കർമ്മ എന്ന് പറയുന്നില്ല, അതായത് നമ്മൾ എന്തെങ്കിലും പാപമോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണെങ്കിൽ അതിന് തിരിച്ചടി ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് എപ്പോഴെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞിട്ട് യാതൊരു സംശയവുമില്ല. ആ ടൈമിലാണ് നമുക്ക് ശരിയായിട്ട് മനസ്സിലാവുന്നത് ആ പെയിൻ എന്താണെന്ന് പറഞ്ഞിട്ട്, അവളന്ന് അനുഭവിച്ച പെയിൻ എന്താണെന്ന് പറഞ്ഞിട്ട് ആ ടൈമിലാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്
ഓവറോൾ സിനിമ കണ്ടെന്ന് വെച്ചാൽ ഗംഭീര സിനിമ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ തിയേറ്ററിൽ വർത്ത് വാച്ചാണ് ഈ സിനിമ. പിന്നെ ഈ സിനിമ കാണാത്തവരണ പോയിട്ട് കണ്ടോളി. പിന്നെ ഇനി കെറിർ സിനിമ ഒന്നും കാണാനൊന്നും പോകുന്നില്ല, അത് OTT കണ്ടപ്പോൾ അഭിപ്രായം വരാം. പിന്നെ ഗഗനാചാരി സിനിമ തിയേറ്റർ റിലീസോ OTT റിലീസോ ഒന്നും അറിയില്ല. തിയേറ്റർ റിലീസായി തിയേറ്ററിൽ കണ്ടിട്ട് അഭിപ്രായം വരാം. ഇനി അടുത്ത റിവ്യൂ വീഡിയോ കൽക്കി 2898 AD ആണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ആക്കി. ബൈ.